വരുന്ന ശനിയാഴ്ച മെയ് 30 വൈകാശി വിശാഖമാണ് ഭഗവാൻ മുരുകൻ്റെ ജന്മദിവസം. 6 ദിവസത്തെ വ്രതമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇന്ന് മുതൽ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. വ്രതമെടുക്കുമ്പോൾ നമുക്ക് 2 നേരം കുളിച്ച് നമ്മൾ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരം മറ്റെന്തെങ്കിലും ഫുഡ് കഴിച്ച് വ്രതമെടുക്കുന്നതാണ് നല്ലത്. ഇനി വ്രതമെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും ഇന്നു മുതൽ മെയ് 30 തുടർച്ചയായ 6 ദിവസം നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് നാളായി നടക്കാത്ത ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കാനും ഭഗവാന്റെ കരുണാകടാക്ഷത്തിനുമൊക്കെ വൈകാശി വിശാഖ വ്രതം നമ്മളെ സഹായിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ വ്രതം എടുക്കേണ്ടതെന്നും ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രവുമല്ല, നമ്മൾ എല്ലാ ദിവസവും മന്ത്രം ചൊല്ലുന്നതിന് മുൻപായിട്ട് ഭഗവാൻ മഹാദേവനെയും പാർവതി ദേവിയുടെയും മന്ത്രം കൂടി ജപിക്കണം. 3 പ്രാവശ്യം ഓം നമഃ ശിവായ എന്നും ഓം ശക്തി എന്നും 3 പ്രാവശ്യം ജപിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ മുരുക ഭഗവാന്റെ മന്ത്രം ജപിക്കാൻ. അച്ഛനെയും അമ്മയെയും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ചാൽ അതിന് 100% ഫലം ലഭിക്കും. വളരെ പവർഫുള്ളായിട്ടുള്ള മുരുക ഭഗവാന്റെ ഒരു മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ചാൽ നടക്കാത്ത കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടും. മന്ത്രം ഏതെന്നറിയാൻ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാകും.